ഒരു കാര്യം കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫോണൊന്ന് എടുത്തിട്ട് ഒന്ന് ഗൂഗിളിൽ പോയിട്ട് ഫ്ലട്ടർ ജോബ്സ് എന്നൊന്ന് സെർച്ച് ചെയ്യാം. അതേപോലെ തന്നെ Node.js ജോബ്സ് എന്നൊന്ന് സെർച്ച് ചെയ്യാം. കഴിഞ്ഞ ഒരു 3 ദിവസത്തിൽ മാത്രം റിസൾട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഗൂഗിളിന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് കാണിച്ചു തരുന്നൊരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞൊരു 3 ദിവസത്തെ ഡാറ്റ അല്ലെങ്കിൽ ജോലികൾ മാത്രം പോസ്റ്റ് ചെയ്തിട്ടുള്ള എത്ര ജോലികളുണ്ടെന്ന് മാത്രം നോക്കി കഴിഞ്ഞാൽ മിനിമം നിങ്ങൾക്കൊരു 15 ജോലി അവിടെ എന്തായാലും കാണാനായിട്ട് സാധിക്കും. മിനിമം, വെരി ഷുവർ. ബാക്കിൻ്റെ ഡെവലപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് Node.js, ഫ്രണ്ടിൻ്റെ ഡെവലപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് ഫ്ലട്ടർ എന്നുള്ളത്. ഇത് രണ്ടും കൂടെ അറിയുന്ന ഒരാളെ അല്ലെങ്കിൽ ഒരു ഡെവലപ്പറെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് പറയും. ആൻഡ് അതൊരു കരിയറാണ്. ഇനി ഈ 2 ജോലികൾ മാത്രം അല്ലെങ്കിൽ ഫ്ലട്ടറും Node.jsനും മാത്രം ഇത്രയും ജോലി സാധ്യതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിലേക്കായിട്ട് വരുന്ന സമയത്തൊക്കെ എത്രത്തോളം റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് വേൾഡ് വൈഡ് ആയിട്ട് ബിഗ് കമ്പനീസിൽ ഉണ്ടെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്ത് നോക്കുക. സോ നിങ്ങൾ ഒബ്വിയസ്ലി കോഡിംഗ് എന്നുള്ളൊരു മേഖല ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല ജോലി സാധ്യതകളുള്ള ഹൈ പേയിങ് ആയിട്ടുള്ള നല്ല ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കരിയർ ആയിരിക്കും നിങ്ങളും എൻക്വയറി ചെയ്യുന്നുണ്ടാവുക, അല്ലാന്നുണ്ടെങ്കിൽ അന്വേഷണം വെക്കുന്നുണ്ടാവും. സോ നിങ്ങളെപ്പോലെ ഒരാൾക്ക് മസ്റ്റായിട്ടും കൺസിഡർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, നിങ്ങൾ ഒബ്വിയസ്ലി എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കരിയറാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് പറയുന്നത്, എസ്പെഷ്യലി ഫ്ലട്ടർ യൂസ് ചെയ്തുകൊണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ ഫ്ലട്ടർ യൂസ് ചെയ്തിട്ട് മൊബൈൽ ആപ്സ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലായിട്ട് ഞങ്ങളൊരു കോഴ്സ് ഇവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. ആൻഡ് അതിനെക്കുറിച്ച് എന്ത് ഡീറ്റെയിൽസ് അറിയാനാണ്, ഫ്ലട്ടർ ആയിക്കോട്ടെ, Node.js ആയിക്കോട്ടെ, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, എന്ത് ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സ്റ്റെപ്പ് ഇൻ ടു ദ ഫ്യൂച്ചർ ജോബ്സ് ആൻഡ് ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ്.